ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ ഫേമസ് യൂട്യൂബ്, നിങ്ങളെല്ലാവരെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബറാണ് റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ. നിങ്ങളെല്ലാവരും കാണുന്ന ചാനലാണ്. അപ്പോൾ ഞങ്ങളിവിടെ യാദൃശികമായിട്ട് കണ്ടുമുട്ടിയതാണ്. പുള്ളി ഇവിടെ ഫ്ലാറ്റിലുണ്ടായിരുന്നു അല്ലേ? 23rd ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ വെച്ച് പരിചയപ്പെട്ടാണ്. വന്നിട്ട് എത്ര ഇപ്പോൾ? ഒരാഴ്ച കഴിഞ്ഞ് അഷ്റഫ് ഭായ് ഇവിടെ മലേഷ്യയിലുണ്ട്. ഇനി ഇവിടുന്ന് പോകണില്ല വന്നു അല്ലേ? കഴിഞ്ഞിട്ട് പോലെ ഇടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഞാൻ ചെയ്തിരുന്ന പ്ലാൻ ക്യാൻസലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എന്റെ സുഹൃത്തുണ്ട്, ലോക്കലാണ്. പുള്ളി വിളിച്ച പുള്ളി ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞോ? ഞാൻ ഇവിടെ ഇങ്ങനെ ഈ മെയിൻ സ്ഥലങ്ങളൊക്കെ മുമ്പ് കുറെ പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ. കുറച്ച് ഔട്ടർ സ്ഥലങ്ങളിലൂടെ കറങ്ങാനുള്ള പ്ലാനിലാണ്. ഇന്ന് ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ ചെറിയ മഴ, രാവിലെ നല്ല മഴയാണ്. മഴയുണ്ട്, കൂടെ വരാന്ന് പറഞ്ഞ ആള് ബിസി ആയി പോയി. പെട്ടെന്ന് ആൾക്ക് ഒരു എമർജൻസി വന്നപ്പോൾ ആള് സ്കിപ്പായി. അപ്പൊ അതുകൊണ്ട് മൂപ്പര് ഇവിടെ എന്താ പറയാ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ പുറത്തേക്ക് അറിയാം, ചൈന ടൗണിലേക്കാണ് ഞാൻ പോകുന്നത്. ചൈന ടൗൺ എക്സ്പ്ലോർ ചെയ്ത് വരും. അപ്പോൾ എല്ലാവരും അഷ്റഫ് ഖാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ചൈന ടൗണിലേക്ക് പോവാം. ഓക്കെ, ഹലോ ഗായ്സ്. അങ്ങനെ നമ്മളിത് കൊടയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് പുറത്തേക്ക്. അപ്പോൾ എന്തായാലും എനിക്ക് ഇന്നൊരു 5 മണി വരെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ 1-2 സ്ഥലങ്ങൾ പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ മഴ ചതിച്ചു. രാവിലെ നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് പിന്നെ പുറത്തേക്ക് പോക്ക് ഇനിയിപ്പോൾ നടക്കില്ല. അപ്പോൾ നമ്മളിവിടെ ചൈന ടൗൺ ഉണ്ട്, 700 മീറ്ററേ ഉള്ളൂ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന്. അതുപോലെ തന്നെ ഒരു ഫേമസ് മസ്ജിദ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓൾഡ് ഒരു മാർക്കറ്റ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഒറ്റയ്ക്ക് ഇറങ്ങിയതാട്ടോ, കൂടെ ആരുമില്ല. ഒറ്റയ്ക്ക് നമുക്ക് ലൊക്കേഷനൊക്കെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, സെല്ല് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കി ആ ഒരു ആരോ മാർക്കൊക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു പള്ളീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മലബാർ ഗോൾഡ്, ജോയ ലൂക്കാസിൻ്റെ ഒക്കെ ഷോറൂം ഉണ്ട് കേട്ടോ. അവിടെ തൊട്ടടുത്തായിട്ട് ലുലു മാളൊക്കെ ഇവിടെ അടുത്താണ് വരുന്നത്. അപ്പോൾ ചൈന മാർക്കറ്റിലേക്ക് നമുക്ക് പോവാം. അവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുക എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് കാണുന്നത്. നോക്കിയേ, എന്ത് ഹൈറ്റാണ് നോക്കിയേ. ഒരു ബാങ്കിൻ്റെ ഓഫീസാണ് തോന്നുന്നു അത്. അപ്പോൾ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് കേട്ടോ, കണ്ടോ? വലിയൊരു മസ്ജിദ് ഉണ്ട് ഇവിടെ, ഫേമസ് ആണ്. അപ്പം നമുക്കിങ്ങനെ പോയി നോക്കാം. ചൈന ടൗണ് അത് കാണാൻ പറ്റുമോ നോക്കാം. ചൈന ടൗണിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണാം. എനിക്കൊരു ഐഡിയ ഇല്ല, അന്വേഷിച്ച് പിടിച്ചിങ്ങനെ പോവാം കേട്ടോ. ചോദിച്ച് പോകുന്നൊക്കെ കേട്ടിട്ടില്ല, അതേപോലെ ചോദിച്ച് പോവാണ് ഗായ്സ്. വഴിയിൽ പെടുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും സെൽവ മാക്സിമം റൂട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സിമ്മ് ഇന്നലെ കട്ടായി, അപ്പോൾ മൊബൈലിൽ നെറ്റ്വർക്കും ഇല്ല. സിമ്മ് ഇന്നലെ കട്ടായി, ഇന്നലത്തോടു കൂടി സിമ്മ് തീർന്നു. അപ്പോൾ റീചാർജ് ചെയ്തിട്ട് അത് ആക്റ്റീവ് ആവുന്നില്ല. ഇനിയിപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് വെറുതെ റീചാർജ് ചെയ്തിട്ട് ക്യാഷ് കളയണ്ടെന്ന് കരുതി. നോക്കിയത് ഇവിടുത്തെ ഒരു ഫുഡ് ബാത്താണ് തോന്നുന്നു. ഫുഡ് ബാത്ത് ഇവിടെ റേറ്റ് കുറവിൽ നമ്മൾ സ്ട്രീറ്റൊക്കെ ഉണ്ടല്ലോ, ഒരു കൈയും കൊണ്ട് കാണിക്കാൻ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ വാച്ചുകളൊക്കെ വിലക്കുറവിൽ കിട്ടും കേട്ടോ. നോക്കിയേ, നല്ല ലേഡീസ് വാച്ചും ജെൻസ് വാച്ചൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. ബോയ് വാച്ച് ഹൗ മച്ച്? ബോയ്സ് 10 ringgit. ഒരു വാച്ച് മേടിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനിക്കൊരു വാച്ച് മേടിച്ചു. ഫുഡ് ബാത്തിനൊക്കെ മേടിക്കൂലേ അതേപോലത്തെ, പക്ഷെ നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ, നല്ല ഫിനിഷിങ് ഉണ്ട്. എനിക്കത് ഫിനിഷിങ് ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കുകയാണ് കേട്ടോ. നല്ല സ്ട്രാപ്പാണ്, പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. പിള്ളേർക്കൊക്കെ കെട്ടി നടക്കാനൊക്കെ യൂസ്ഫുള്ളാണ്. 10 ringgit വരുന്നത് അല്ലേ? എനി ഡിസ്കൗണ്ട്? നോ ഡിസ്കൗണ്ട്. ഇതാണ് വാച്ച് ഷോറൂമിൻ്റെ ഓണറാണ് കേട്ടോ. ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് വാച്ച് കണ്ട് അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ. ഫിനിഷിംഗ് ഈസ് ഗുഡ്. അപ്പോൾ ഞാനൊരു 10 ringgit കൊടുത്തിട്ട് ഒരു വാച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. വാച്ച് വേറെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട്, സ്ട്രാപ്പും അതിൻ്റെ ഡയലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എന്തായാലും മലേഷ്യയിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഒരു വാച്ചും കുറച്ച് ചോക്ലേറ്റൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ ലഗേജൊക്കെ കൂടിയിരിക്കുകയാണ്. എനിവേ നോക്കാം നമുക്ക്.
അപ്പോൾ ഇതെന്തായാലും മേടിച്ചിട്ടാ. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഫ്രഷ് മലേഷ്യൻ മാംഗോ. 5 റിങ്കറ്റാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. നോക്കിയാൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫ്രഷ് ഫ്രൂട്ട്സാണ്. നല്ല 5 റിങ്കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഫ്രൂട്ട് കിട്ടും കേട്ടോ ഇവിടെ. ഞാനിങ്ങനെ ചൈന മാർക്കറ്റിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഫുട്പാത്താണ്. നമുക്ക് ഇവിടുന്ന് ഞാൻ 2 വാച്ച് മേടിച്ചു ഇവിടുന്ന്. അതുപോലെ നല്ല ബാഗ് ടീഷർട്ടൊക്കെ വളരെ റേറ്റ് കുറവിൽ കിട്ടും കേട്ടോ. ഇതിങ്ങനെ ആ എൻഡ് വരെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ചെന്ന് കയറുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ, നമ്മൾ ഇന്നലെ വന്ന ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിൻ്റെ അത് അങ്ങോട്ട് എത്തും തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്, ഫുട്പാത്താണ്. ഞാനിങ്ങനെ ഇതുവഴി അങ്ങ് നടന്ന് ചൈന മാർക്കറ്റിലേക്ക് പോവുകയാണ്. അതുവഴിയുള്ള കാഴ്ചകളാട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഒരുപാട് ഷോപ്പുകളുണ്ട്. മെയിൻലി ബാഗ്, ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ പോയി നോക്കാം. ഓക്കെ. ഞാൻ തുമ്മി കേട്ടോ. ഞാൻ തുമ്മിയപ്പോഴേ ഒരു ഭയങ്കരമായിട്ട് പേടിച്ച് പെട്ടെന്ന് തുമ്മിയതാണ്. The China market. China market. Yeah. You go this way. Go straight. Wait, Ah. You go straight. You see the main road, Okay. Okay. Don't turn left, right. Okay. Go straight. Straight. Yeah. You see one KK supermarket. KK supermarket. Okay. From there you go straight. Okay. You're coming over to Pasar Sini. Okay. Other people. ഞാനിങ്ങനെ വഴി ചോദിച്ച് പോകാട്ടോ. ഒരു ഐഡിയ ഒന്നുമില്ല. ചൈന മാർക്കറ്റ് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. അവിടെ പോകണം, അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നേരെ ഗോ സ്ട്രൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ഗോ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു KK സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടുന്ന് വീണ്ടും റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ പോകുന്നേ, അങ്ങനെയൊക്കെ തന്നെ കണ്ടുപിടിക്കുക. നമ്മളിങ്ങനെയാണ് ഓരോരോ സ്ഥലങ്ങളും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ ഭയങ്കര ടെൻഷൻ ഫ്രീ മൈൻഡായിട്ടോ. പേടിയൊക്കെ മാറിപ്പോൾ. ആദ്യം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങാനൊക്കെ പേടിയായിരുന്നു. കാരണം നമ്മളറിയാത്ത സ്ഥലം, നമ്മളറിയാത്ത ഭാഷ, നമ്മൾ വഴിയിലെങ്ങനെ കുടുങ്ങുമോ എന്നുള്ളൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പം ഇവിടെ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. മുകളിൽ മെട്രോൻ്റെ റെയിൽപാളാണ്. ഒരു ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് കിടക്കും കേട്ടോ. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. എവിടെ നോക്കിയാലും കച്ചവടക്കാരാണ് കേട്ടോ. ഫുട്പാത്തിലെ പോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളീൻ്റെ മുന്നിലൊക്കെ കച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആളുകളൊക്കെ പള്ളിയിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ മസ്ജിദ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. പള്ളി ഒന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് കാണാം. മാഷാ അല്ലാ. അത് നമ്മൾ ഇന്നലെ വന്ന പള്ളി കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഞാൻ കയറിയത്. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ 2ാമത്തെ സിറ്റി ടൂർ ഉണ്ടായിരുന്നല്ലോ. സിറ്റി ടൂറിനകത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ബാക്കിൽ കൂടെയാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ അത്. പക്ഷേ നമ്മളിവിടെ വന്നതാണ്, ഈ പള്ളിയിൽ വന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പോയതാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് ഇങ്ങോട്ട് കയറിയത്. കണ്ടോ? മാഷാ അല്ലാ, പള്ളിയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു റിവർ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പള്ളി. ഇവിടെ ഒരു റിവർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗായ്സ്. റിവർ അല്ല, അതന്നെ കണ്ടോ, അവിടെ ഒരു റിവറുണ്ട്. ഓ, അതിനകത്ത് ആവി പോകുന്നു. നോക്കിയേ, നോക്കിയേ, ഒരു ചെറിയ കനാലാണിത്. റിവർ ഒന്നുമല്ല കേട്ടോ, കനാലാണ്. സിറ്റീൻ്റെ ടൗണിൽ കൂടെയാണ് ഇത് ഒഴുകുന്നത്. അതിനകത്ത് ഭയങ്കര പുക ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയില്ല. നന്നായിട്ട് ആവി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ജാമിക് മസ്ജിദ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്.
നമ്മൾ മലേഷ്യൻ ട്രിപ്പിൽ സിറ്റി ടൂറിൽ നമ്മളിവിടെ വന്ന് പോയത്, അതിൻ്റെ ഫ്രണ്ടൊക്കെ വന്ന് കവർ ചെയ്ത് പോയതാണ്, ഫോട്ടോസൊക്കെ എടുത്ത് പോയതായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭവനം, മാഷാ അല്ലാ. അങ്ങനെ പള്ളി കണ്ടു. നമുക്ക് ജുമാൻ്റെ ടൈം ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പള്ളി കൂടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്കിങ്ങനെ സിറ്റി കോഡൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി നടക്കാം. എൻ്റെ കയ്യിൽ താണ്ടേ കുടയുണ്ട് കേട്ടോ ഗൈസ്, കുട. മഴ ഉണ്ട്, രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ മലേഷ്യയിൽ വന്നിട്ട് നമുക്ക് മഴയും കിട്ടി. ഇന്നലെയും മിനിഞ്ഞാന്ന് ലങ്കാവിയിലത്തെ ആ കൊടും ചൂടിൽ ഞാൻ ആകെ വരണ്ടുണങ്ങി, പനിയും പിടിച്ച്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അൽഹംദുലില്ലാ നല്ലൊരു മഴയും കിട്ടി, ഹാപ്പിയായി. കാരണം ഇന്ന് ഇവിടുന്ന് പോവുകയാണല്ലോ, പോകുന്ന സമയത്ത് മലേഷ്യയിലെ ആ ഒരു റിയൽ ആയിട്ടുള്ള മഴയൊക്കെ ആസ്വദിച്ച് പോവാം. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മഴയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മാസങ്ങളൊക്കെ കഴിയണ്ടേ. അപ്പോൾ എന്തായാലും മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് മലേഷ്യയിൽ നിന്ന് പോകാനുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ, കണ്ടോ പുറകിൽ കണ്ടോ, കുറേ കച്ചവടക്കാരുണ്ട്. അവർ ബിസിനസ് കച്ചവടമാണ്, ഷോപ്പാണ്. How much? ഗായ്സ്, ഇവിടെ നല്ല വെറൈറ്റി സ്നാക്സ് കിട്ടും. കണ്ടോ എൻ്റെ പുറകിൽ കണ്ടോ. ഓ, ഞാനിവിടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ മിസ്സിങ് ആയേനെ കേട്ടോ. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് പോലെയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നു, എനിക്കറിയില്ല, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൻ അറിയില്ല. ചിലപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഇത് ശരിക്കും നല്ല അടിപൊളി ഒരു സ്ട്രീറ്റ് ഏരിയയാണ്. ഇവിടെ ഒരുപാട് സീ ഫുഡ്, സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ്. നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ, മലായി ഫുഡൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. കണ്ടോ, ഓരോരുത്തർ വന്ന് ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോവാണ്. നല്ല വെറൈറ്റി കിടലൻ സ്നാക്സുകളാണ്. ഏകദേശം നടന്ന് ജലാൻ പെറ്റലിംഗ് സ്ട്രീറ്റ്, ഇതാണ് തോന്നുന്നു ചൈന മാർക്കറ്റ്. ചൈനേൻ്റെ ആ ഒരു എംബ്ലമൊക്കെ കാണുന്നുണ്ട് ഗായ്സ്. ഇപ്പോൾ ഞാൻ ചോദിച്ച് വന്ന കേട്ടോ, എനിക്ക് ഒരു പിടുത്തമല്ല ഇവിടെ. സൽമാൻ ജസ്റ്റിന് പറഞ്ഞെന്ന് ഇന്ന റൂട്ടിൽ കൂടെ അങ്ങനെ പോയാൽ മതി എന്നൊക്കെ, പക്ഷേ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ നമ്മളിതേ ചൈന മാർക്കറ്റിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ നോക്കുക. ചിലപ്പം ചൈന മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിലക്കുറവുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കാണുന്നതൊക്കെ പർച്ചേസ് ചെയ്യും, അതാണ് കുഴപ്പം. ഞാനിങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ
ലഗേജ് ഇനി കൂട്ടേണ്ടി വരും, കാരണം ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ അതാണ് പ്രശ്നം മെയിൻലി. പിന്നെ ശരിക്കും വെയ്യ, നല്ല ടയേർഡുണ്ട്, നല്ല ടയേർഡാണ്. അപ്പോൾ ഇത് എൻ്റെ പുറകിൽ കാണുന്ന ജലാങ് പെറ്റലിംഗ് സ്ട്രീറ്റ് ചൈന മാർക്കറ്റിൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്നില്ലെങ്കിൽ ശരിക്കും മിസ്സിങ് ആയനെ. അടിപൊളിയാണ്. ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാട്ടോ ഈ ചൈന മാർക്കറ്റ്. അതായത് ശരിക്കും നമ്മളുടെ മിഠായി തെരുവൊക്കെ അല്ല, നമ്മളെ കോഴിക്കോട് മിഠായി തെരുവ് അങ്ങനെ, അതായത് നമുക്ക് നമ്മുടെ നാട്ടിലെ കോഴിക്കോട് മിഠായി തെരുവ് അതേപോലത്തെ ഒരു സംഭവം. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ല. കിലോമീറ്ററോളം നമുക്ക് നടന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ ഒരുപാട് ഫാൻസി ഐറ്റം, ബാഗുകൾ, ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കിട്ടാത്ത സാധനമില്ല. റേറ്റ് കുറവായിരിക്കണം. ഒന്നിൻ്റെ റേറ്റ് ചോദിച്ചില്ല. പെർഫ്യൂം ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഷൂസ് ഉണ്ട്, ഫുഡ് വെയർ ഐറ്റം ഉണ്ട്, ക്യാപ്പ്, പിന്നെ ടോയ്സ് ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നില്ലെങ്കിൽ ജസ്റ്റ് മിസ്സിങ് ആയാലും. എൻ്റെ ഫ്രണ്ടിലൊരു മലയാളി ഫാമിലി ഉണ്ട്. അവർ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് പോകുമ്പോഴേ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു പോകുന്നുണ്ട്. ഇതേതാ ഈ വട്ടൻ, കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു മെൻ്റലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. ഇതങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ച് പോവുകയാണ്. നമ്മൾ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകാം. അപ്പോൾ ഒറ്റയ്ക്ക് സംസാരിച്ച് പോകുമ്പോഴേ ഓരോ വിചാരിക്കും എന്താ വല്ല ഭ്രാന്തനാണോ അത്. ഇപ്പോൾ ഗൈസ് അത് ശ്രദ്ധിക്കേണ്ട, നമ്മളിങ്ങനെ പോവാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ ചൈന മാർക്കറ്റ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. अच्छा है, हाँ अच्छा वीडियो बनेगा, अच्छा वीडियो बनेगा तो लोगों देखेगा. Yes, tattoo. How much? Yeah, half kilo 30, 1 kilo 35. 1 kilo 35. 100 gram? 100 gram. Waiting it. Huh? Waiting it. Can you give me 100? How much? Half kilo 70. Easy.
ടൗൺ ഉണ്ട്. ചൈന ടൗണിനോട് ചേർന്നിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ്. ഒരു രക്ഷയല്ല കേട്ടോ ഇവിടെ, സൂപ്പർ. ഇവിടെ ഒരുപാട് മലായ് ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വെറൈറ്റി മലായ് ഫുഡിൻ്റെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മലേഷ്യയിലെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ നിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇത് ചൈന ടൗണിൻ്റെ നിയർ ബൈ ആണ്. ഇതൊരു സ്ട്രീറ്റാണ്. ഇവിടെ നമുക്കിങ്ങനെ റോഡിനോട് ചേർന്നിരുന്ന് വളരെ കാറ്റുമുണ്ട്, ഓപ്പൺ സ്പേസിൽ ഇരുന്നുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. കണ്ട കുറേ പേര് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. സോ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് നമുക്കിത് നോക്കിയെടുക്കുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയി ബില്ല് ചെയ്യുക. ബില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം, അതല്ലെങ്കിൽ ഇവിടുന്ന് പാർസൽ വേണമെങ്കിൽ പാർസലും കിട്ടും കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. കണ്ടോ ഒരു ഫിഷൊക്കെ നോക്കിയേ ഗായ്സ്. നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് ഇതാണ് എടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, വെണ്ടയ്ക്ക തോരനുണ്ട്, പിന്നെ വെണ്ടയ്ക്ക തീയൽ പോലത്തെ സംഭവം, പിന്നെ ഒരു മുളക് ചമ്മന്തി ഉണ്ട്, പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന നമ്മുടെ നാരങ്ങ വെള്ളം, നാരങ്ങ ജ്യൂസ്. ഇതിൽ കുറേ ഐസ് ട്യൂബൊക്കെ ഇട്ടിട്ടാണ് ഇവർ തരിക. ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ, ലെമൺ ജ്യൂസ്, സൂപ്പർ. പിന്നെ ഇവിടെ ഫിഷ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ബൊഫേ നോക്കുക, പ്ലേറ്റിലെടുക്കുക, അവർ വന്ന് ബില്ല് ചെയ്യും. അപ്പോൾ ഈ ഐറ്റംസിന് ഏകദേശം 17 റിങ്കിറ്റാണ് വരുന്നത്, 70 റിങ്കിറ്റ് മലേഷ്യൻ മണി. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കാം. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു ഗായ്സ്. ഓക്കെ, ചാമ്പക്ക, ചാമ്പക്ക. India, this name Chambakya. Oh, Chambakya. This is Indian apple. This is Indian apple, not Yeah, yeah. not apple. This is Irumbampuli. Oh, Irubapuli. Yeah. Okay, now we here. Okay. This green apple. Yes. This apple is similar. Green mango. Chambakya. Chambakya. Kerala is more season. Oh.
cheap price. Cheap price. Oh, in Malaysia But so here expensive. expensive. Yes. Quite expensive. Oh, di RM18 Betul. RM8. Okey lah kalau dekat Arab mahal kan. Kan? Ni madu sayang. Madu pula apa apa tu jambi madu. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഇത്താൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു ചാമ്പക്ക മേടിച്ച് കഴിക്കണമെന്ന്. ഇവിടുത്തെ ചാമ്പക്കേൻ്റെ സൈസ് കണ്ടില്ലേ, കണ്ടോ? ബിഗ് സൈസ് ചാമ്പക്കയാണ്, നല്ല ഫ്രഷ് ചാമ്പക്കയാണ്. ഇത് ഒരെണ്ണത്തിന് 2 റിൻഗിറ്റാണ് റേറ്റ്. ഇത് അവർ കട്ട് ചെയ്ത് മസാല ഒക്കെ ഇട്ട് സ്പൈസി ആക്കി തരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, കണ്ടോ? ഗ്രീൻ ആപ്പിൾ ദെൻ കണ്ടോ, അതായത് നമ്മൾ ഉപ്പിലിട്ട പൈനാപ്പിൾ, മാങ്ങ അതൊക്കെ മേടിച്ച് കഴിക്കൂലേ സ്ട്രീറ്റിൽ പോയിട്ട്, മിഠായി തെരുവിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇവിടെ ഉപ്പിലിട്ട നല്ല സംഭവങ്ങളാണ്, നല്ല ഫ്രഷ് ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ. Okay, you missed something actually. My name is Said Muhammad. Said Muhammad, are you a Muslim? Yeah. Oh, okay, aku nak berbual apa? Malitra. Budget travel and food by Saidu. Oh, the YouTuber kan? My friend is settled in Malaysia. Malaysia. Oh, Family. Family. Oh, I see. Kita sendiri. Tapi sendiri sayang. Kalau you jumpa selalu adik jumpa yang ni je kan? Oh, betul betul ada Kan? macam. Yang ni ada madu dan apa dia punya cuka pun kita pakai. Cuka sayang. Cuka kurma, cuka apple. Apple untuk apple, kurma untuk semua. You don't like അപ്പോൾ ഞാൻ ഇത്താത്താൻ്റെ കയ്യിൽ നിന്ന് നല്ല ചാമ്പക്ക മേടിച്ചു വിടാം. നല്ല ഒന്നാന്തരം ഫ്രഷ് ചാമ്പക്ക ഉണ്ട് ഗായ്സ്. പിന്നെ ഇതാ ഈ ഒരു സംഭവം ഉണ്ട്, ഇതിനെന്താ പറയാതെ എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ നല്ല ഗ്രീൻ ആപ്പിൾ ഉണ്ട്, നല്ല ഫ്രഷ് ഗ്രീൻ ആപ്പിൾ ഗായ്സ്, കണ്ടോ? അപ്പോൾ ഞാൻ ഇത്താൻ്റെ കയ്യിൽ നിന്ന് 4 റിൻഗിറ്റ് കൊടുത്തിട്ട് ചാമ്പക്ക മേടിച്ച് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഫ്രണ്ട്ലി ആയി ഇത്താത്ത, അടിപൊളിയാണ്. hi. യെസ്, ഹായ് Hello. ഹായ് ഹായ്, How are you? ഹൗ ആർ യു? ഫൈൻ. ഇത്താത്ത ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. നല്ല രസമാണ്, ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആട്ടോ. അവർ ഭാഷ നമുക്ക് മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് അറിയുന്നത് പോലെ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കത് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റും. നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഒരുപാട് അങ്ങ് പറ്റിക്കാനോ അങ്ങനെയൊന്നും ഇവർ നിൽക്കത്തില്ല. ഉള്ളത് അവർ സത്യസന്ധമായിട്ട് തന്നെ മേടിക്കും, റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് 2 ചാമ്പൊക്കെ എടുത്തപ്പോഴത്തേക്കും ഈ ഒരു സംഭവം കണ്ടോ, ഇതെനിക്ക് 4 ഇത്താത്ത ഫ്രീ ആയിട്ട് തന്നു ഗായ്സ്. 4 ഫ്രീ ആയിട്ട് തന്നു. ഇത് 2 മേടിച്ചു, 4 റിൻഗിറ്റ് കൊടുത്തിട്ട് എനിക്ക് ഇത് 4 ഇത്താത്ത ഫ്രീ ആയി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്പൈസിയൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പോകട്ടെ. എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടല്ലോ. This is nice. അപ്പോൾ അത് ഇത്താത്താൻ്റെ ഷോപ്പ് ഈ ഒരു ഫുട്പാത്തിലാണ് വരുന്നത്, സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ മലേഷ്യയിൽ വരുമ്പോൾ ചൈന മാർക്കറ്റിലോട്ടൊക്കെ, ചൈന ടൗണിലേക്ക് പോകുന്ന സമയത്ത് ഇത്താത്താൻ്റെ ഷോപ്പ് ഇവിടെ ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ഈ ചാമ്പക്ക ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചൂസ് ചെയ്യുക, അവർക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കേ, ഇപ്പോൾ നമ്മൾ തിരിച്ചിതാ ഇവിടെ എത്തിയിട്ടോ. Yeah, no spicy? സ്പൈസി. Spicy, okay. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് ചൈന ടൗണിലൊക്കെ പോയി. നമ്മൾ നേരത്തെ ഇവിടുന്ന് അങ്ങോട്ടല്ലേ പോയത്, ഞാൻ നേരെ ആ വഴി തന്നെ തിരിച്ച് ഞാനിവിടെ എത്തിയിട്ടോ. എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായില്ല. വഴിയൊക്കെ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തു ഗായ്സ്. ഒരാളുടെയും സഹായം അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് മലേഷ്യൻ സിറ്റി ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള വഴികളും റൂട്ടുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതേപടി ഞാനിപ്പം ആ ഒരു ഫുട്പാത്തില്ലേ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ നമ്മളെത്തും. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം 2 മണി ആയിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. പനി ഒട്ടും കുറവില്ല. എനിക്ക് ഒരു ഗുളികയും കൂടെ കഴിക്കേണ്ടി വരും. നല്ല ടയേർഡാണ്. ഫ്ലൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് ഒന്ന് സെറ്റ് ആവാം. അല്ല ഇല്ല ഗൈസ്, അതിനകത്ത് നാരങ്ങ പിഴിയുന്നുണ്ട്. പിന്നെ നോക്കി നല്ല നല്ല അടിപൊളി ഹണിയാണ് കേട്ടോ, വൈനാണ്. വൈനൊക്കെ അതിനകത്ത് ഇതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ട് കണ്ടോ. You want this? Yeah. Plum powder. Yeah. This is also plum powder. This Yeah, this one. This Yeah. is sour, this is salty. better. If together is better. അവിടെ ഇതിനകത്തൊരു സ്പൈസി മസാല ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് തരുവാണ്, കണ്ടോ. ഓ, വെറൈറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇത് മിസ് ചെയ്യരുത് കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു ഗായ്സ്. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ഫുട്പാത്തിൽ വന്ന് ഈ ഇത്താൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു സംഭവം മേടിച്ച് കഴിക്കുക. ഇതിൽ സ്പെഷ്യൽ മസാലയും എല്ലാം ചേർത്തിട്ട് സൂപ്പർ. വൗ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ആണ്. പുള്ളിക്കാരത്തി ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് ക്യാഷ് മേടിച്ചില്ല. അപ്പം ഞാൻ 2 റിൻഗിറ്റ് കൊടുത്തു, അതും മേടിച്ചില്ല. നിർബന്ധിച്ച്
2 റിൻഗറ്റ് പുള്ളിക്കാരത്തിൻ്റെ കൈ കൊടുത്തു കേട്ടോ. പാവം, എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. പക്ഷേ ഞാൻ 2 റിൻഗറ്റ് കൊടുത്തു. കാരണം അവർ കഷ്ടപ്പെടുന്നല്ലേ, അവർ ഇതുകൊണ്ടാണ് ജീവിച്ച് പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ 2 റിൻഗറ്റ് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുത്തു. എനിക്കിതായി ബോക്സിലാക്കി വളരെ സേഫായിട്ട് നടന്ന് കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഇത്താത്ത, സോ മച്ച്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ ലങ്കാവിനോട് യാത്ര പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് മലേഷ്യൻ്റെ അടുത്ത് യാത്ര പറയണ്ടേ, കോലാലംപൂരിനോട് അടുത്ത്. അപ്പോൾ ഞാനിത് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ വേറെ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടിയിലാണ് വന്നത്. ഇപ്പം ഞാനങ്ങനെ മലേഷ്യ എയർപോർട്ടിലാണ്. 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഏകദേശം ഒരു 1 മണി 1:30 മണിയാകുമ്പോഴത്തേക്കും കൊച്ചിയിലെത്തും, എയർപോർട്ടിലെത്തും. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് എയർപോർട്ടിൽ മലേഷ്യയിലാണ്. അപ്പോൾ ബൈ ബൈ മലേഷ്യൻ വ്ളോഗ്സ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെക്കിൻ ചെയ്ത് ബോർഡിംഗ് പാസ് ഞാൻ ഇവിടെ വന്നിട്ട് എടുത്തു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എമിഗ്രേഷനിൽ എത്താൻ പറ്റി. അപ്പോൾ എമിഗ്രേഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗേറ്റ് നമ്പർ നോക്കണം. ഗേറ്റ് നമ്പർ L വരുന്നത് കേട്ടോ. ഗേറ്റ് നമ്പർ L9 ആണ്. അതുപോലെ തന്നെ സീറ്റ് നമ്പർ വരുന്നത് 9C ആണ്. സോണ് 3 വരുന്നത്. 9 മണിക്കാണ് ഫ്ലൈറ്റ്, എയർ ഏഷ്യ. അപ്പോൾ നമ്മൾ മലേഷ്യനോട് വിട പറയുകയാണ് ഗായ്സ്. നല്ല മഴയായിരുന്നു പുറത്ത് കേട്ടോ. ഈ ഒരു രക്ഷയില്ല, ഹെവി മഴയാണ്. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. അപ്പോൾ മലേഷ്യയിൽ വന്നിട്ട് ഇവിടുത്തെ മഴയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. നാട്ടിൽ നല്ല ചൂടാണെന്ന് അറിയാം. അപ്പോൾ നമ്മളിത് ആ ചൂടിലേക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും ഒരു മഴക്കോളും കൂടെ നമുക്ക് മലേഷ്യയിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും മലേഷ്യൻ ട്രിപ്പുകൾ ഓരോ എപ്പിസോഡായിട്ട് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. 2024 എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ലക്കായിട്ടുള്ളൊരു ഇയറാണ്. കാരണം ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ യാത്ര ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ പോവാത്ത ഒരുപാട് സ്ഥലങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയട്ടെ. നിങ്ങൾക്കും അതുപോലെ ആവട്ടെ, നല്ലൊരു ഇയർ ആവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് നമ്മളിടുന്ന അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മലേഷ്യയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ലങ്കാവി, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, ബാങ്കോക്ക്, പട്ടായ ഇതുപോലുള്ള കൺട്രീസൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഏജൻസിയുടെ നമ്പർ ഞാനൊരു ഏജൻസി വഴിയാണ് മലേഷ്യയിൽ എത്തിയത്. അപ്പോൾ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ടീമിനെ വിളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, ബാങ്കോക്ക്, പട്ടായ, ലങ്കാവി ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസും ലൈക്കൊക്കെയാണ് നമുക്ക് മുന്നോട്ടുള്ള ഇതുപോലുള്ള യാത്രകളിൽ എന്നും സപ്പോർട്ടാവുന്നത്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സെയ്തു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു.